സ്കൂളിൽ പോണില്ലേ? പോയില്ല. നന്ദി ലീവ് ആയിക്കളാ. അത് സന്തോഷായി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ്ദാദു ആണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഒരുപാട് കൂട്ടുകാർ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ മൊബൈൽ ഫോൺ ഒരു കോൾ റെക്കോർഡ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അതിനുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച കോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ ആപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സാംസങ്ങിൻ്റെ ചില ഫോണുകളൊന്നും ഇപ്പോഴത്തെ സീരീസുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഓപ്പോ, വിവോ, MI എന്നീ ഫോണുകളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിൽ സെറ്റിംഗ്സും കാര്യങ്ങളും കുറച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രമേ കമൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം കിട്ടുന്നില്ലാതെ പരാതി 100% വരും. കാരണം വീഡിയോ കാണാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, അതിന് ശേഷം അവർ കോൾ റെക്കോർഡ് ചെയ്യും. പക്ഷേ റെക്കോർഡ് ആവില്ല, വീഡിയോ മുഴുവനായി കാണാം. അപ്പോൾ നല്ല കോൾ റെക്കോർഡിംഗ് ആണ്. ഞാൻ ശരിക്കും തെളിവോടെ ഞാൻ ഫസ്റ്റ് നിങ്ങൾ കേട്ടില്ലേ, ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കേട്ടിട്ട് മോളെ ശബ്ദം ഈ ആപ്പിൽ നിന്ന് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. അത് ലാസ്റ്റിലേക്ക് മനസ്സിലായി വീഡിയോ കാണുമ്പോൾ. അപ്പം അധികം സമയം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ ആപ്പ് കോൾ റെക്കോർഡർ, സൈഡിലേക്ക് ഈ അരമാർക്ക് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം വീണ്ടും അരമാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെറിയൊരു ബോക്സ് ആണ്, ടിക്ക് മാർക്ക് കൊടുക്കുക, അരമാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രാൻഡ് പെർമിഷൻ എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. ഇവിടെ പെർമിഷൻ നിങ്ങൾ 4 പ്രാവശ്യം അതിന് മേലെ അലോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം, നിർബന്ധമാണ്. ശേഷം എനേബിൾ സർവീസ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ അക്സസിബിലിറ്റി പോയിട്ട് ഓട്ടോമാറ്റിക് പോകും. അവിടെ പോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് എവിടെയെങ്കിലും കാണിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് നിങ്ങൾ എനേബിൾ ചെയ്യുക. അവിടെ മോർ ഡൗൺലോഡ് സർവീസ് ഉണ്ട്, അതിന് മേലെ ടച്ച് ചെയ്യുക. ഈ ആപ്പ് കോൾ റെക്കോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, അത് എനേബിൾ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്ക് അടിക്കുക, വീണ്ടും ബാക്ക് അടിക്കുക. വീണ്ടും എനേബിൾ സർവീസ് എന്ന ഭാഗം കാണിക്കും. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്യുക, അലോ കൊടുക്കുക, ബാക്ക് അടിക്കുക. ഇനി ഇവിടെ നമുക്ക് സ്കിപ്പാണ് കൊടുക്കേണ്ടത്, സ്കിപ്പ് കൊടുക്കുക. ഓക്കെ, പിന്നെ വീണ്ടും പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മുകളിൽ കാണുന്ന വാട്സപ്പ് സെറ്റിംഗ്സിന് ഈ കോൾ ഇതിൻ്റെ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോവുക. ഇത് എനേബിൾ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എനേബിൾ ആണെങ്കിൽ മാത്രമേ കോൾ റെക്കോർഡ് ആവുള്ളൂ. ഈ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി പിന്ന് കൊടുക്കണമെങ്കിൽ പിന്ന് കൊടുക്കാം, കോൾ റൈറ്റ് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഫോണിലും ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലേക്ക് അതിൻ്റെ റെക്കോർഡ് വരും. ഓക്കെ, അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഡ്രോപ്പ് ബോക്സിലേക്ക് കൊടുക്കാം. അതായത് ഗൂഗിൾ ഡ്രൈവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാഭം നടക്കുകയാണെങ്കിൽ ഇവിടെ ആക്കുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും. ഇപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി അവിടെ ഇമെയിൽ ഐ ഡി ചോദിക്കും. ആ ഇമെയിൽ ഐ ഡി ആ ഫോണിലുണ്ട് എങ്കിൽ ആ ഫോണിൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോണിൽ നിങ്ങൾക്ക് കേൾക്കാൻ നിൽക്കും, നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലും. അപ്പോൾ 2-3 ഓപ്ഷനുള്ള അടിപൊളി ഫീച്ചറാണ്. അതുപോലെ തന്നെ ഓഡിയോ സെക്യൂർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും മാറ്റം വരുത്തത്, ഇതുപോലെ തന്നെ ആവണം. ഓക്കെ, ഇതിനുശേഷം നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഫോണിലേക്ക് ഒരു കോൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫോണിൽ ബാലൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ഫോണിലേക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ നമ്മൾ പുറകോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷൻ പുറകോട്ട് നമ്മൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഫോണിൽ നിന്ന് ഇതിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഉമ്മമ്മ എന്നുള്ളതിൽ കോൾ വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ 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 ഓക്കെ, ഇനി നമുക്കിത് കട്ടാക്കാം. കട്ട് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലേ, ഫസ്റ്റ് തന്നെ കോൾ വന്നിട്ടുണ്ട്. 7 സെക്കൻഡാണ് സംസാരിച്ചത്. അതിന് മേലെ ടച്ച് ചെയ്യുക. ഇത് പ്ലേ ചെയ്ത് നോക്കുക. ഹലോ 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 രണ്ട് ഭാഗത്ത് 2 എക്ക അടിക്കുന്നത്. ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടാണ്. ഇനി അതിന് പകരം ജസ്റ്റ് ഞാൻ ഈ ഫോണിൽ നിന്നും ജസ്റ്റ് വേറെ റെക്കോർഡിംഗ് ഒന്ന് വിളിപ്പിക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ശിലു എവിടുന്നാ? ശിലുമോളെ ഒരു മിനിറ്റ്, ഞാൻ ഇതിൽ നിന്ന് വിട്ടുനിന്ന് കോൾ ചെയ്ത്. ഇപ്പോൾ അടുത്തുനിന്നാണ് ഇതിൻ്റെ ശബ്ദമാണോ കോൾ റെക്കോർഡിംഗ് ആണോ പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ശിലോ ഈ കോൾ പോയിട്ട് ഇത് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ സംസാരിക്കാം കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇതിലേക്ക് കോൾ വരുന്നുണ്ട്. ഇത് നിർത്തി വെക്കാം. ശിലോ എത്താൻ്റെ വർത്താനോ? ഈ സ്കൂൾക്കൊന്നും പോകണില്ലേ? ആത്താ നന്ദി ലീവ് ആയിക്കളാ. ഓക്കെ, അത് സന്തോഷമായി. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ടാക്കുകയാണ്. ഇനി കട്ടാക്കിയ ശേഷം ആ കോളിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. അത് വിട്ടത് സംസാരിച്ചോണ്ട്. രണ്ടാമത്തെ കോൾ വന്നു കഴിഞ്ഞു. ഫസ്റ്റത്തെ കോൾ ഇതിൽ ഏതാണെന്ന് നോക്കണം. നമ്മൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. അതാണ് ഇപ്പോൾ 16 സെക്കൻഡുള്ള. ജസ്റ്റ് പ്ലേ ചെയ്യാം. നന്ദി ലീവ് ആയിക്കളാ. അത് സന്തോഷമായി. ഓക്കെ, ഇതുപോലെ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓക്കെ, മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ്, ബൈ.